അവൾ എന്റെ തൊട്ടടുത്തെത്തി. അവളുടെ ശ്വാസം എന്റെ മുഖത്തടിച്ചു. ഒരു തണുത്ത ചീഞ്ഞ മണം. മരവിച്ച എന്റെ കൈകാലുകൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവളുടെ ചുവന്ന കണ്ണുകൾക്ക് ഒരു തിളക്കം കൂടി. ഒരു നിമിഷം അവൾ എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ നോട്ടം എന്റെ ആത്മാവിനെ തുളച്ചു കയറുന്ന പോലെ തോന്നി. അവളുടെ മുഖത്തെ ഭീകരമായ ചിരി വികസിച്ചു. അത് എന്റെ ഭയം വർദ്ധിപ്പിച്ചു. ഒരു നിമിഷം അവൾ എന്റെ കഴുത്തിലേക്ക് കൈനീട്ടി, പക്ഷേ തൊട്ടില്ല. ആ തണുത്ത വിരലുകൾ എന്റെ കഴുത്തിൽ തട്ടിയെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് അവൾ ഒരു നിലവിളിയോടെ പിന്നോട്ടു മാറി. ആ ശബ്ദം എന്റെ കാതുകളിൽ തുളച്ചു കയറി. അതൊരു മനുഷ്യ ശബ്ദമായിരുന്നില്ല, ഒരുതരം അലർച്ച, കാറ്റിന്റെയും മരണത്തിന്റെയും ശബ്ദം. എന്റെ നെഞ്ചിൽ ഒരു ഭാരം കയറ്റിവെച്ച പോലെ തോന്നി. അവൾ മാവിന്റെ അടുത്തേക്ക് പറന്നുപോയി. അവളുടെ രൂപം മാവിന്റെ ഇലകൾക്കിടയിൽ മറഞ്ഞു. പക്ഷേ അവളുടെ ചിരിയും ആ ഭീകരമായ രൂപവും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഞാൻ വിയർത്ത് കുളിച്ചു കിടക്കുകയായിരുന്നു. എന്റെ ഹൃദയം ഒരു ഡ്രം പോലെ നെഞ്ചിൽ ഇടിച്ചു. നേരം വെളുക്കുന്നതുവരെ ഞാൻ കണ്ണടച്ചില്ല. ഓരോ നിമിഷവും അവൾ തിരികെ വരുമെന്ന് ഞാൻ ഭയന്നു. ഇന്നും ഇരുട്ടാകുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഭയം അരിച്ചെത്തും. കല്യാൺ കാറ്റ് നീലി. ഒരുപക്ഷേ അവൾ ഇന്നും ആ മാവിന്റെ ചുവട്ടിൽ എന്നെ കാത്തിരിപ്പുണ്ടാവാം. ആ വേനൽ അവധിക്ക് ശേഷം ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല.